ഒരു 5 പേജ് വിട്ടേക്കണേ, 5 പേജ്. Okay. Okay, എഴുതിക്കോളൂ. Properties of hydrochloric acid. Physical properties of hydrochloric acid. Heading എഴുതിക്കോളൂ. Physical properties of hydrochloric acid. Physical properties of hydrochloric acid. അതായത് നമുക്ക് അതിനെ കണ്ടാല്, സ്മെല് ചെയ്താല്, ടേസ്റ്റ് ചെയ്താല്, അല്ലെ നമ്മുടെ സ്കിന്നെ വീണാല് ഇത് എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെയുള്ളതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. കണ്ടറിഞ്ഞ് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിനകത്ത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡോട്ട് എഴുതി, അത് കളർലെസ് ആണ്. അതിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സോർ ടേസ്റ്റ് ആണ്. അതിന്റെ സ്മെല്ല് എന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചന്റ് സ്മെല്ലാണ്. മറ്റേ പോലെ പഞ്ചന്റ് ചോക്കിംഗ് സ്മെൽ, ചുമ വരും, സ്മെല്ലാണ്. അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് HCl ഈസ് സാറേ ഇതിൽ നമ്മൾ എന്നവനെ കേട്ടില്ല, പറഞ്ഞോ. ഇത് നമ്മളിത് പറഞ്ഞതല്ലേ? HCl എന്ന് പറഞ്ഞില്ല, നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിന്റെ ആണ്, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ. ഓക്കെ സാർ. സെയിം പ്രോപ്പർട്ടി തന്നെയാണ്, അതിനും ഇതിനും സെയിം പ്രോപ്പർട്ടി. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനകത്ത് കുറച്ച് മോയ്സ്ചർ ആഡ് ചെയ്ത്, വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തായിട്ട് മാറി? HCl ആസിഡ് ആയിട്ട് മാറി. Okay, concentrate is corrosive in nature. And can cause blisters on the skin. അടുത്തത് solubility, readily soluble in water. അതായത് soluble in water. പിന്നെ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് പഠിച്ചിരിക്കണം. മറ്റേ ബോയിലിംഗ് പോയിന്റ് ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ HCl ബോയിലിംഗ് പോയിന്റ് പഠിച്ചിരിക്കുക. ബോയിലിംഗ് പോയിന്റ് 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. വോളറ്റൈൽ ആസിഡ് ആണ്. H2SO4 വോളറ്റൈൽ അല്ല, വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവിയായി പോകുന്നു. വോളറ്റൈൽ ആസിഡ് ആണ്. ഇനി നമ്മൾ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പോവാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഹെഡിങ് എഴുതാം. ലാസ്റ്റ് അറിയുന്നു കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആദ്യത്തെ അതിന്റെ നേച്ചർ എഴുതിയിട്ട് അസിഡിക് ആണ്. ഓൾറെഡി അറിയാലോ ആസിഡിനെ പറ്റി പറയുന്നത് അസിഡിക് ആണ്. സ്ട്രോങ്ലി അസിഡിക് ആണ്. സ്ട്രോങ്ലി അസിഡിക്. അപ്പം ആസിഡിന്റെ എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ലിറ്റ്മസിനെ എന്താകും? ബ്ലൂ ടു റെഡ് ആക്കും. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. മീഥൈൽ ഓറഞ്ചിനെ എന്താകും? മീഥൈൽ ഓറഞ്ചിനെ എന്താകും? മീഥൈൽ ഓറഞ്ചിന്റെ കളർ ഓറഞ്ച് ആണ്. ആസിഡ് ഒഴിക്കുമ്പോൾ ഓറഞ്ചിൽ നിന്ന് എന്തായിട്ട് മാറും? ഓറഞ്ച് ടു പിങ്ക് ആവും. ഇതൊക്കെ ആസിഡ് ബേസ് സോൾട്ടിനകത്ത് പഠിച്ചാണ്. അതേപോലെ ഫിനോൾ തരീൻ എന്താ? കളർലെസ് ആണ്. അതെന്തായിട്ട് മാറും? ആസിഡ് ഒഴിക്കുമ്പോൾ കളർലെസ് ഓക്കെ ആണല്ലോ. ഓക്കെ, ഞാൻ ഇതിന്റെ കഴിഞ്ഞ ഭാഗത്തേക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് പാടുള്ള ഭാഗമാണ് ബാക്ക് സെക്ഷന്,
അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ഒന്നുകൂടെ വേണം പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത് നോക്കിക്കോളൂ. അടുത്ത നോക്കിക്കോളൂ. രണ്ടാമത്തേത് ആക്ഷൻ ഓൺ മെറ്റൽ ആണ്. ആക്ഷൻ ഓൺ മെറ്റൽ. HCl മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചാൽ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ പ്രൊഡ്യൂസ് എന്താ? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആണ്. അവിടെ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതുക, ആസിഡ് പ്ലസ് മെറ്റൽ gives salt plus എന്താ? ഹൈഡ്രജൻ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക. Ca plus HCl gives എന്താ? gives എന്താ? ആരോട് പറഞ്ഞു? CaCl2 H2 ഹൈഡ്രജൻ ആണോ? അടുത്തത് എന്താണ് പറഞ്ഞേ? Zn പ്ലസ് HCl എന്ന് പറഞ്ഞേ. ശരിയോ? H2. ഓക്കെ, മതി, ഇത്ര എഴുതിയാൽ. അടുത്തത് മൂന്നാമത്തെ അതിന്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ഷൻ ഓൺ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ആണ്. ആക്ഷൻ ഓൺ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്. ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചാൽ മതിയോ? ഇതെല്ലാം ആസിഡ് ബേസ് സോൾട്ട് പഠിച്ച റിയാക്ഷൻ തന്നെ. ഒന്നുമില്ല, എക്സ്ട്രാ ആയിട്ട് ഒരു റിയാക്ഷൻ പോലും നമുക്കില്ല. ഓക്കെ, ആക്ഷൻ ഓൺ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. ഇനി അമോണിയ പഠിക്കാൻ പോകുന്ന റിയാക്ഷനും സൾഫ്യൂരിക് ആസിഡ് പഠിക്കാൻ പോകുന്ന റിയാക്ഷനും പഠിക്കുന്ന റിയാക്ഷനും എല്ലാം നമ്മൾ ആസിഡ് ബേസ് സോൾട്ടാണ് പഠിച്ചത് തന്നെ. അല്ലാതെ എക്സ്ട്രാ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആക്ഷൻ ഓൺ ഓക്സൈഡ്, ഏതെങ്കിലും ഒരു ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താലോ HCl നമ്മൾ പഠിച്ച അവിടെ ഏതെങ്കിലും ഒരു ഓക്സൈഡുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സോൾട്ടും വാട്ടറും ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ അതിങ്ങനെ എഴുതിയാൽ മതി. അതായത് മെറ്റാലിക് ഓക്സൈഡ് plus acid gives salt plus water. അതേപോലെ തന്നെയാണ് മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്സൈഡും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തിനുണ്ടാവും? സോൾട്ട് പ്ലസ് എന്തിനുണ്ടാവും? വാട്ടർ തന്നെ ഉണ്ടാവും. ശരിയല്ലേ? നമുക്ക് എക്സാമ്പിൾ എഴുതാം. ഒരു മെറ്റാലിക് ഓക്സൈഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റാലിക് ഓക്സൈഡ് പറഞ്ഞു. MgO. ശരി, MgO അതിനെ HCl ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്തായിരിക്കും? ആരോട് പറഞ്ഞാൽ അടുത്ത അഭിനവമാണ് പറയേണ്ടത്. MgCl2. H2O ബാലൻസ് ചെയ്യണം അല്ലേ? ചെയ്യുമ്പോൾ എന്ത് വരും? 2H2O വരും. ഇവിടെ ഒരു 2 ഇട്ടാ പോലെ ബാക്കിയുള്ള ബാലൻസ്ഡ് അല്ലേ? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ അല്ലേ? അഭിനവ് പറഞ്ഞ എക്സാമ്പിൾ ഒരു മെറ്റാലിക് ഓക്സൈഡ് പറഞ്ഞ അഭിനവ് ഇഷ്ടമുള്ള മെറ്റാലിക് ഓക്സൈഡ് ഏലോ. ഏതാ? ഏലോ. എങ്ങനെയാ? ഏലോ എന്ന് പറഞ്ഞ മെറ്റാലിക് ഓക്സൈഡ് അതായത് ഓക്സൈഡ് ശരിയല്ല. ഏലും ഓയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സിമ്പിൾ അതാണോ? ഫോർമുല അതാണോ വരുന്നത്? ഏലിന്റെ അല്ല, എത്രയാ? Al2O3. Al2O3 ആണ്. പക്ഷെ Al2O3 നമുക്ക് ഒരു ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. നമുക്ക് ഇവിടെ എക്സാമ്പിൾ വേറെ ഏതെങ്കിലും ഉണ്ടോ? അല്ല, എത്ര ഓക്സൈഡ് ഉണ്ട്? Mg കഴിഞ്ഞാൽ വേറെ Mgയുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഉണ്ട് ഇഷ്ടമുള്ളത്. മോളിൽ Mg എടുത്ത് അത് കഴിഞ്ഞ് എന്തും എടുത്ത് തൊട്ട് മോളിൽ എക്സാമ്പിൾ ആണ്. Mg എടുത്ത് തൊട്ട് താഴെ ഏത് മെറ്റൽ എടുത്തേ? Mg കഴിഞ്ഞിട്ട് ഞാൻ അലൂമിനിയം എടുത്തു. അല്ല, മോളിലോ തൊട്ട് ഇതിന്റെ മുമ്പിലത്തെ റിയാക്ഷൻ ആണ് സിങ്ക്. സിങ്കിന് ഓക്സൈഡ് ഉണ്ടല്ലോ. ഉണ്ട്. അതേതാ ഫോർമുല? ZnO. ZnO plus HCl gives എന്താ? ZnCl2 plus H2O ആണോ? ഇവിടെ ബാലൻസ് ചെയ്യണം 2. മിഷൽ ഒരു ഹൈഡ്രോക്സൈഡ് ഇഷ്ടമുള്ള ഹൈഡ്രോക്സൈഡ് പറഞ്ഞേ മിഷൽ. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, NaOH. NaOH HCl ആയിട്ട് ചേർത്ത് നോക്കി കഴിഞ്ഞാൽ നോക്കിയോ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഉറപ്പായിട്ടും ഇതിനകത്ത് Na പ്ലസും Cl മൈനസും ഉള്ളതുകൊണ്ട് തന്നെ NaCl സോൾട്ട് ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? ആണ്. അപ്പം നമുക്ക് എന്താ
ഇവിടെ NaCl എന്ന് എഴുതാം, NaCl എന്ന് എഴുതാം, പ്ലസ് ഇവിടെ എന്താ H2 എന്ന് എഴുതാം. വേറൊരു ഹൈഡ്രോക്സൈഡ് എന്താണ് സന പറഞ്ഞ സാധനം? കാൽഷ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് അല്ല, ഹൈഡ്രോക്സൈഡിനെ പറ്റി പറയാനാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണോ പറഞ്ഞേ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുല പറ. പെട്ടെന്നാണ്. CaOH റൈസ്. CaOH റൈസ് പ്ലസ് HCl എന്തുണ്ടാവുന്നേ? CaCl2. CaCl2 പ്ലസ് മോളിൽ എഴുതി വെച്ചിട്ടുണ്ട് H2O. ആസിഡായിട്ട് ചേർന്ന് സോൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആണോ? Caയും Clലും പോയി കഴിഞ്ഞാൽ ബാക്കി Hഉം OHഉം തമ്മിലുള്ള കോമ്പിനേഷനേ ഉള്ളൂ. അത് വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇനി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ 2 കൊടുത്ത് ശരിയാവൂ? ഇല്ല, ഇവിടെ ഒരു 2 കൊടുക്കണം അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, തൽക്കാലം ഇത്ര എക്സാമ്പിൾ മതി. ഇനി അടുത്തത് നാലാമത്തേത് ആക്ഷൻ with salt of weaker acid. നമ്മൾ പറഞ്ഞായിരുന്നു വീക്കർ ആസിഡിന് എക്സാമ്പിൾ കുറെ പറഞ്ഞായിരുന്നു. എന്താ വീക്കർ ആസിഡ്? വീക്ക് ആയിട്ടുള്ള ആസിഡ് ഏതൊക്കെയാ? എക്സാമ്പിൾ ഒത്തിരി പറഞ്ഞായിരുന്നു വീക്കർ ആസിഡ്. അസിറ്റിക് ആസിഡ്. H2CO3 കറക്റ്റ്. H2CO ആരാ പറഞ്ഞേ? H2CO3 ആണോ പറഞ്ഞേ? അല്ല, CH3COOH. CH3COOH ഒരു വീക്ക് ആസിഡാണ്, ശരിയല്ലേ? H2CO3 ഒരു വീക്ക് ആസിഡാണ്, പക്ഷെ അതൊരു മിനറൽ ആസിഡ് ആണ്. മിനറൽ ആസിഡിനകത്ത് വീക്ക് ആസിഡ്, മിനറൽ ആസിഡിനകത്ത് ഒരു വീക്ക് ആസിഡ് ഉള്ളൂ, H2CO3. അപ്പൊ അതുപോലുള്ള അങ്ങനെയുള്ള ആസിഡിൽ നിന്നുണ്ടാക്കുന്ന സോൾട്ടിനെയാണ് നമ്മൾ വേണ്ടത് ഇവിടെ. ഏതാ? സോൾട്ട് ഓഫ് വീക്കർ ആസിഡ്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒരു എന്താണ് വീക്കർ ആസിഡിൽ നിന്നുണ്ടാക്കിയ ഒരു സോൾട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ H2CO3 ഒരു വീക്കർ ആസിഡാണ്, അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു സോൾട്ട്. Na2CO3 അതിൽ നിന്നുണ്ടാക്കിയതല്ലേ, ശരിയല്ലേ? ആണോ? ആണ്. ഇനി നമ്മുടെ CH3COH ഉണ്ടാക്കിയ സോൾട്ട് CH3COONA, സോഡിയം അസറ്റേറ്റ് എന്ന് പറയും. നമ്മൾ പലയിടത്തും അവിടെ പഠിപ്പിച്ചതാണ് സോഡിയം അസറ്റേറ്റ്. അത് ഞാൻ പറഞ്ഞായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് വീക്കർ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ഏതാ? വീക്കർ ആസിഡിന്റെ സോൾട്ടുമായിട്ടാണ് റിയാക്ഷൻ. വീക്കർ ആസിഡ് സോൾട്ട് ആണ് എന്ത്? ഇപ്പം H2CO3 എന്ന് പറയുന്നത് H2CO3 എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡാണ്. ഈ വീക്ക് ആസിഡിൽ നിന്നുണ്ടായ ഒരു സോൾട്ട് ആണ് Na2CO3, സോഡിയം കാർബണേറ്റ്. അതേപോലെ തന്നെ നമ്മൾ അഭിനവ് പറഞ്ഞ CH3COOH ഒരു വീക്കർ ആസിഡ്, അസറ്റിക് ആസിഡ് എന്നാ പറയാ. അതിൽ നിന്നുണ്ടായ ഒരു സോൾട്ട് ആണ് CH3COONA. വേണമെങ്കിൽ എഴുതി വെക്കാം. അസറ്റിക്, ഇതൊരു വീക്കർ ആസിഡ്, ഇത് അസറ്റിക് ആസിഡ് ആണ്. അതിന്റെ സോൾട്ട് ആണ്, ഇത് അസറ്റിക് ആസിഡ് ആണ്. ഇതും വീക്കറാണ്, മനസ്സിലായോ? സോഡിയം അസറ്റേറ്റ്, സോഡിയം കാർബണേറ്റ്. ഇവനും ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നും നോക്കണ്ട. Na2CO3 പ്ലസ് HCl എന്തായിരിക്കും സംഭവിക്കുക? ഒന്നുമില്ല. ഈ Na വന്നിട്ട് ഞാൻ പറഞ്ഞു കാർബണേറ്റുമായിട്ട് ഏത് റിയാക്ഷൻ വന്നാലും അവിടെ എന്ത് ഫോം ചെയ്യും? കാർബണേറ്റുമായിട്ട് എന്ത് റിയാക്ഷൻ വന്നാലും അവിടെ എന്ത് ഫോം ചെയ്യുന്നതാണ്? എന്ത് ഫോം ചെയ്യും മിഷേലെ? കാർബണേറ്റിന് എന്ത് റിയാക്ഷൻ വന്നാലും കാർബൺ ആറ്റം. ഇത് കാർബൺ ആറ്റം എന്നാണ് പറയുന്നത്. എന്തോ മിഷേലെ? മെറ്റൽ ക്ലോറൈഡും വാട്ടറും കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡും വാട്ടറും. മെറ്റൽ ക്ലോറൈഡ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ. എപ്പോഴും ആലോചിച്ചോണം, കാർബണേറ്റിന് എന്ത് റിയാക്ഷൻ വന്നാലും, റിയാക്ഷൻ ഞാൻ പറഞ്ഞതാ, സൾഫേറ്റിന് എന്ത് റിയാക്ഷൻ വന്നാലും സൾഫർ ഡയോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇത് ഞാൻ പഠിപ്പിച്ചു, ഇത് എവിടെ പഠിപ്പിച്ച? സോൾട്ടിനകത്ത് പഠിപ്പിച്ചത്, എല്ലാം മറന്നുപോയി. അപ്പൊ എപ്പോഴും ആലോചിക്കണം, കാർബണേറ്റിന് എന്ത് റിയാക്ഷൻ വന്നാലും കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ആദ്യം അതങ്ങോട്ട് എഴുതണം. എന്താ? CO2 വാട്ടർ, കാർബൺ ഡയോക്സൈഡും വാട്ടറും എന്തായാലും ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്തായാലും എണ്ണയും CH3 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക? NaCl ഉണ്ടാകുക. ഓക്കെ ആണല്ലോ? വേറൊരെണ്ണം എടുക്കാം.
സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എടുക്കുക, NaHCO3 എടുക്കുക. ഇത് ഒരു വീക്ക് ആസിഡിൽ നിന്നുണ്ടായ സോൾട്ട് തന്നെയാണ്. HCl റിയാക്ട് ചെയ്താൽ എന്ത് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്? സെയിം സാധനം തന്നെയാണ് ഉണ്ടാകുന്നത്, NaCl പ്ലസ്. ഈ സെയിം റിയാക്ഷൻ നമ്മൾ അവിടെ പഠിച്ചതാണ്. സെയിം റിയാക്ഷൻ, ഒരു അണുവിട വ്യത്യാസമില്ലാത്ത രീതിക്ക് നമ്മൾ അവിടെ പഠിച്ചതാണ്. ഇവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബാലൻസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടെ രണ്ട് പേരും, ഇവിടെ 2 പേരും, ഇവിടെ 2 പേരും, ഇവിടെ അത് വരത്തില്ല. ഇവിടെ കംപ്ലീറ്റ്ലി ബാലൻസ്. അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് വന്നാലും കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് വന്നാലും ഈ സെയിം റിയാക്ഷൻ എന്താ? CaCO3 കാൽസ്യം കാർബണേറ്റ്, CaCO3 പ്ലസ് HCl വന്നാലും ഇത് തന്നെയാണ്. CaCl2 പ്ലസ് H2O പ്ലസ് CO2 തന്നെയാണ്. ഇനി കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് വന്നാൽ, കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? ഞാൻ മുകളിലോട്ട് എഴുതുകയാണേ. CaHCO3 അതല്ലേ കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. പക്ഷേ കാൽസ്യത്തിന്റെ വാലൻസി 2+ ഹൈഡ്രജൻ കാർബണിന്റെ 1- ആയതുകൊണ്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ആ 2- എവിടെ വരും? അല്ല, 2 എവിടെ വരും? ഈ ഹൈഡ്രജൻ കാർബണേറ്റിന്റെ താഴെ വരും. പ്ലസ് എന്താ? HCl എപ്പോഴും എന്ത് തന്നെയാണ് എഴുതുന്നത്? CaCl2 പ്ലസ് H2O പ്ലസ് CO2. ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല കേട്ടോ, ബാലൻസ് ചെയ്യണം. ഇതിലിപ്പോ ബാലൻസ് ഈ 2 ഇത് മാത്രമേ കൊടുക്കാതെ, ബാക്കിയുള്ള ഇതും കാർബൺ ഡൈ ഓക്സൈഡിന് കൊടുക്കണം. ബാക്കിയുള്ള എല്ലാം ബാലൻസ് അല്ല, ഇവിടെ വേണം, മറ്റേ വേണം, മറ്റേ ഇവിടെ വേണം. ഇവിടെ HCl. ഓക്കെ, അതേപോലെ തന്നെ ആക്ഷൻ അടുത്ത തന്നെ എഴുതിക്കുക. അടുത്തത് എന്താണ്? അല്ല, നമുക്ക് സൾഫേറ്റ് വേണ്ട, അത് ആക്ഷൻ വേണ്ട, ഇത് തന്നെ എഴുതാം. എന്താ നമ്മളിപ്പോ എന്തോ എഴുതിയത്? നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യും, ഇതിന്റെ മുകളിലായിട്ട് കാർബണേറ്റ്സ് എന്ന് ഒരു ഇത് കൊടുക്കണം. കാർബണേറ്റ്സ് എന്ന് ഒരു ഹെഡിങ്, സബ് ഹെഡിങ് പോലെ കൊടുക്കുക. ബ്രാക്കറ്റ് ഒന്നും വേണ്ട, കാർബണേറ്റ്സ് എന്ന് കൊടുക്കുക. ഒരു ഡോട്ട് ഇട്ട് കാർബണേറ്റ്സ് എന്ന് കൊടുക്കുക. അടുത്തത് കാർബണേറ്റ്സ് മാത്രമല്ലല്ലോ സോൾട്ട് ആയിട്ടുള്ളത്, സൾഫൈറ്റും സൾഫേറ്റ്സും സോൾട്ട് അല്ലേ, ഇല്ലേ? അപ്പൊ അടുത്തത് അതെല്ലാം വീക്കർ ആസിഡ്, അതും വീക്കർ ആസിഡിന്റെ ടോപ്പിക്കിനകത്ത് വരുന്നത് എന്താ? നമുക്ക് ഒരു വീക്കർ ആസിഡിൽ നിന്നുണ്ടാക്കിയ ഒരു സൾഫേറ്റ് എന്തായിരിക്കും? ഒരു സൾഫേറ്റോ, അടുത്ത സൾഫേറ്റ് എന്ന് ഒരു ഡോട്ട് കൊടുത്തിട്ട് സൾഫേറ്റ് എന്നുണ്ടോ? സൾഫൈറ്റ്. അതിനകത്ത് നമുക്ക് സോഡിയം സൾഫേറ്റ് ഉപയോഗിക്കാം. Na2SO3 പ്ലസ് എന്താ? HCl. എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് നിങ്ങൾ എപ്പോഴും അവിടെ പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാവും സൾഫർ ഡൈ ഓക്സൈഡും വാട്ടറും കാണും, ഇല്ലേ? അപ്പൊ നമ്മൾ H2O പ്ലസ് എന്താ? SO2. ഇവല്യൂഷൻ ആയതുകൊണ്ട് SO2 ഇത് കാണിച്ചു. പിന്നെ എന്താ? ഒരു സോൾട്ടും ഉണ്ടാവും. അതേപോലെ വേറെ ഏതെങ്കിലും എടുത്തോ, നമുക്ക് MgSO3 എടുക്കാം. MgSO3 HCl റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും? MgCl2 ഉണ്ടാവും. MgCl2 പ്ലസ് H2O പ്ലസ് SO2 തന്നെയാണ്. അടുത്തത് ഇതിനകത്ത് വരുന്നത് സൾഫൈഡ് ആണ്. സൾഫൈഡ് അതും പഠിപ്പിച്ചതാ. സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റിനകത്ത് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകും. H2S ഡൈഹൈഡ്രജൻ സൾഫൈഡ് അല്ലെ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവുന്നുള്ള കാര്യം അതും അവിടെ പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സൾഫൈഡ് Na2S സോഡിയം സൾഫൈഡ് എടുക്കാം. പ്ലസ് എന്താ? HCl-ആയിട്ട് റിയാക്ട് ചെയ്യാം. എന്തായാലും ഉണ്ടാകുന്നത് NaCl എന്തായാലും ഉണ്ടാവും. പ്ലസ് എന്താ? H2S ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഇതിന് റോട്ടൺ ഞാൻ പഠിപ്പിച്ച ഓർക്കുന്നുണ്ടോ? അതായത് ഞങ്ങളുടെ സ്കൂളില് എന്താ ഒരു ഇത് നടന്നപ്പോ, മറ്റേ ഒരു എക്സിബിഷൻ നടന്നപ്പോ, എക്സിബിഷൻ അല്ലല്ലോ, ICC നാളെ വരത്തില്ലേ? ഓക്കെ, എക്സാം അല്ല, പ്രാക്ടിക്കൽ അല്ല, അത് നമ്മുടെ സ്കൂളിനെ വാല്യൂ ചെയ്യാൻ വരുന്നത്. അപ്പം അത് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ എക്സ്പെരിമെന്റ് എന്തോ ഇത് ഫോം ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ഒരു കണ്ടംപററി ഇൻസ്പെക്ഷൻ ആണോ? ഇൻസ്പെക്ഷൻ ആണോ? ഇൻസ്പെക്ഷൻ വന്നു. അതെ, ഇൻസ്പെക്ഷൻ വന്നപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് എങ്ങനെയോ അന്നത്തെ 10ാം ക്ലാസ്സിൽ എന്തോ ചെയ്ത് എക്സ്പെരിമെന്റ് H2S എന്തോ ഉണ്ടായി. എനിക്ക് ഒരു ദിവസം ഫുള്ള് അതിനകത്ത് സ്കൂളിൽ ഫുള്ള് ഇതുപോലെ മനസ്സിലായി. അപ്പം ഇത് റോട്ടൺ എഗ്ഗിന്റെ സ്മെല്ലാണ്. റോട്ടൺ എഗ്. എന്നാലോചിച്ച് നോക്കി, ചീമട്ടയുടെ നാം ഒരു ദിവസം ഫുള്ള് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇൻഫെക്ഷൻ വന്നാൽ ബോഡി രക്ഷപ്പെട്ടത്. മനസ്സിലായി? ഓക്കെ, അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ FeS ഫെറസ് സൾഫൈഡ്.
അത് HCl ആയിട്ട് ട്രീറ്റ് ചെയ്താലും എന്താണ് FeCl2 പ്ലസ് എന്താ H2. എന്നിട്ട് വേറൊരു കാര്യം കൂടെ താഴെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഒരു ഡോട്ട് എഴുതിയോ, dilute HCl reacts with thiosulfate to produce എന്താണ് കാര്യം പറഞ്ഞുതരാം. to produce sulfur dioxide gas and yellow sulfur. ഇതൊക്കെ പഠിച്ചോണം, ഇത് സ്പെസിഫിക് ആണ്. yellow sulfur is precipitate. അപ്പം ഇവിടെ തയോസൾഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോഡിയം തയോസൾഫേറ്റ് ആണ് എഴുതുന്നത്. തയോസൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു സോൾട്ട് ആണ്. അത് നോർമലി സൾഫേറ്റ് പോലെയൊന്നുമല്ല, തയോസൾഫേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെയാണ് Na2S2O3. കാണാൻ പഠിക്കേണ്ടി വരും, കാരണം നോർമലി ഇതിന്റെ സിമ്പിൾ ഒന്നും പഠിക്കാനില്ല. അത് HCl-യുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായാലും NaCl ഉണ്ടാവുന്നു, H2O ഉണ്ടാവുന്നു, സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നു, പ്ലസ് അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് സൾഫർ ഉണ്ടാകുന്നു. ഇത് പഠിച്ചിട്ട് പോകണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തന്നിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ പോലും പറ്റത്തില്ല, ബൈഹാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇത് ഓർത്ത് വെക്കാം, എന്താ NaCl H2O SO2 ഇതൊക്കെ ഉണ്ടാവും, കൂടുതൽ സൾഫർ ഉണ്ടാവും. ഇതിന്റെ സിമ്പിൾ ഓർത്ത് വെക്കണം. സിമ്പിൾ അല്ല, ഫോർമുല ഓർത്ത് വെച്ചാലേ പറ്റുള്ളൂ. തയോസൾഫേറ്റ്. അപ്പം തയോസൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. സോഡിയം വരുമ്പോൾ സോഡിയം തയോസൾഫേറ്റ്, കാൽസ്യം വരുമ്പോൾ കാൽസ്യം തയോസൾഫേറ്റ്, അങ്ങനെ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ താഴോട്ട് തന്നെ എഴുതാം. റിയാക്ഷൻ ഡിസ്റ്റിങ്വിഷ്. Thiosulfates and sulfides as sulfur is not precipitated when sulfides are treated with dilute HCl. നമുക്കറിയാം, അതായത് നമുക്കൊരു പാത്രത്തിനകത്ത് സോഡിയം ഏതെങ്കിലും ഒരു സൾഫേറ്റും സോഡിയം തയോസൾഫേറ്റും എടുത്തിരിക്കുക. രണ്ടും കളർ സെയിമാണ്. എങ്ങനെ മനസ്സിലാക്കും സോഡിയം സൾഫേറ്റ് ആണോ സോഡിയം തയോസൾഫേറ്റ് ആണോ? ഒന്നും ചെയ്യേണ്ട, HCl എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്താണ് നിൽക്കുകയാണെങ്കിൽ അത് സോഡിയം തയോസൾഫേറ്റ് ആയിരിക്കും. ഇനി സൾഫർ പ്രസിപ്പിറ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ, അത് വെറും സൾഫൈറ്റ് ആയിരിക്കും. അത് പഠിച്ചോണം, ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത സെറ്റ് റിയാക്ഷൻ, അഞ്ചാമത് precipitation reaction. എഴുതുക, dilute HCl does not normally react with nitrates. However, lead nitrate and mercury 1 nitrate എന്ന് പറയുന്നത് മെർക്കുറിയുടെ വാലൻസി 1 ഉള്ള നൈട്രേറ്റ് ആണ് കേട്ടോ. നൈട്രേറ്റ് react with HCl to give white precipitate of lead chloride and mercury 1 chloride. അതായത് HCl നോർമലി നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തില്ല. നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തെങ്കിൽ ഏത് നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തുള്ളൂ? ലെഡ് നൈട്രേറ്റുമായിട്ടും മെർക്കുറി നൈട്രേറ്റുമായിട്ടും. അങ്ങനെയാണ് ഞാൻ റിയാക്ഷൻ പഠിച്ചിരിക്കുന്നത്, ഓർത്തോണം കേട്ടോ. അപ്പം അത് എഴുതാണ്. ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ് അതുമായിട്ട് HCl റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ലെഡ് ക്ലോറൈഡ് PbCl2
precipitate yellow precipitate PP അല്ലേ white precipitate തന്നെയാണെങ്കിൽ ക്ലോറൈഡ് ഓക്കെ അപ്പോൾ white precipitate ആണ് പ്ലസ് എന്താണ് HNO ബാലൻസ് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ മെർക്കുറി എന്ന് പറയുമ്പോൾ മെർക്കുറി 1 സൾഫർ നൈട്രേറ്റ് ആണ് PbNO3 ട്വൈസ് ആണ് ഇവിടെ അതേപോലെ Hg2NO3 ട്വൈസ് പ്ലസ് HCl gives Hg2Cl2 അത് precipitate ആണ് പ്ലസ് 2HNO ഇവിടെ ഇത് രണ്ടും white precipitate. ഇതിനകത്തൊരു പ്രത്യേകത ഇവനെ ഒന്നുകൂടെ ഹീറ്റ് ചെയ്ത് ഞാൻ ഇവനെ ഡിസ്റ്റോൾവ് ചെയ്യും. അതൊരു പ്രത്യേകതയാണ് സ്പെസിഫിക് ആണ്. അതായത് അതുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്റ്റാർ എഴുതിയോ precipitate of PPT of lead chloride dissolves on heating. ഇനി നമ്മൾ lead നൈട്രേറ്റിനെ മെർക്കുറി നൈട്രേറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അവർ രണ്ടും വൈറ്റ് precipitate ആണ് തരുന്നതെന്ന് പറഞ്ഞു. അത് ഹീറ്റ് ചെയ്യുമ്പോൾ lead ക്ലോറൈഡ് മാത്രം എന്ത് ചെയ്യുന്നു ഡിസോൾവ് ആയി പോകുന്ന കാര്യം റിയാക്ഷൻ പഠിച്ചു. ഇനി ഇതിനകത്ത് തന്നെ വരുന്ന അടുത്ത ഒരു കാര്യം ഇതിനൊരു സ്റ്റാർ ഇട്ടേ എന്നിട്ട് അടുത്ത സ്റ്റാർ ഇട്ടോ എന്നിട്ട് എഴുതുക സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ reacts with hydrochloric acid HCl and it gives a thick curly precipitate white precipitate of silver chloride. അതായത് AgNO3 നെ HCl യുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AgCl precipitate ചെയ്യുന്നു പ്ലസ് HNO ബാലൻസ് ചെയ്യണം. AgCl ബാലൻസ് ചെയ്യണം. ഇനി ഈ precipitate കാര്യം പറയാണ്. The white PPT is insoluble in nitric acid. But soluble ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കണം. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയുന്നത് ഇതൊക്കെ ഓർത്ത് വെക്കുന്നത് ഒരു തവണ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരോടും പറയാണ്. But soluble in ammonium hydroxide. And forms a complex salt. ഇത് പഠിച്ചോണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോംപ്ലക്സ് സോൾട്ട് കോൾഡ് ഡൈഅമീൻ സിൽവർ 1 ക്ലോറൈഡ്. ഡൈഅമീൻ ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. പ്ലസ് 2 ൽ പഠിക്കും. ഡൈഅമീൻ എന്നാണ് പറയുന്നത്. ഡൈഅമൈൻ സിൽവർ 1 ക്ലോറൈഡ്. ഈ 1 എന്നൊക്കെ തരുന്നത് പറയുമ്പോൾ സിൽവറിന്റെ വാലൻസി 1 ആണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ക്ലോറൈഡ് സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1 ആണെന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കേ, അപ്പോൾ ഈ റിയാക്ഷൻ സർ ഈ ഡൈഅമൈൻ എന്തുവാ? ഡൈഅമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അമീൻസ് എന്ന് പറഞ്ഞ വിഭാഗം ഒരു അതായത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പ്ലസ് 2 നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് NH3 എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിന്റെ ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ ആ NH3 നെ വിളിക്കുന്ന പേരാണ് അമൈൻ.
ലിഗാൻഡ് അതായത് കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ച് കാണിക്കാം ആ കോർഡിനേഷൻ കോംപ്ലക്സ് ആ കോമ്പൗണ്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് നോക്കിയേ, പഠിക്കാനില്ല, നമുക്ക് പ്ലസ് ടു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. എന്നാലും നോക്കിയോ, AgCl പ്ലസ് NH4OH, അതായത് സോലുബിൾ അല്ല, ഇൻസോലുബിൾ ആവുന്ന നൈട്രിക് ആസിഡിനകത്ത് ഇൻസോലുബിൾ ആണ്, പക്ഷെ അതെടുത്ത് ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ സോലുബിൾ ആവും. NH4OH ഒഴിച്ച് കഴിഞ്ഞാൽ സോലുബിൾ ആവുന്ന പറഞ്ഞത്. അപ്പൊ ഉണ്ടാവുന്നത് എന്തായിരിക്കും നോക്കിയോ, അതായത് AgNH3 ട്വൈസ് പ്ലസ് Cl മൈനസ്. കണ്ടോ, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് കോർഡിനേഷൻ കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്. കോംപ്ലക്സ് സോൾട്ട് ഇവരുടെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ ഹീമോഗ്ലോബിൻ ഒക്കെ എക്സാമ്പിളാണ്. ഇത് അമോണിയ എന്നല്ലേ നമ്മൾ സാധാരണ പറയാം, അല്ലേ? പക്ഷെ നമ്മൾ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഈ അമോണിയ കയറുമ്പോൾ അതിനെ അമ്മൈൻ എന്നാണ് പറയുന്നത്. കണ്ടോ, 2 അമോണിയ ഉണ്ട്, കണ്ടോ, 2 അമോണിയ മോളിക്യൂളുണ്ട്, അതുകൊണ്ട് അവനെ ഡൈഅമൈൻ എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായോ സന? Yes, sir. ഈ ഒരു ടൈപ്പ് കോമ്പൗണ്ടുകളെ നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സ് സോൾട്ടുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ആൾക്കാരാണ്, വെളിയിൽ ഒരാളാണ്. നമ്മൾ MgCl എഴുതുന്ന പോലെ MgCl2 എഴുതുന്ന പോലെ ഉള്ളൂ. Mgയുടെ ഭാഗത്ത് ആരും വന്നു, സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ആരും വന്നു. മനസ്സിലായോ? ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ നോർമലി ഇപ്പം ഈ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുന്നതിനകത്ത് വാട്ടർ വന്നു കഴിഞ്ഞാൽ അവനെ വാട്ടർ എന്ന് പറഞ്ഞില്ല, അക്വ എന്നാണ്. മനസ്സിലായോ? ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പേര് ആള് കയറി കഴിയുമ്പോഴത്തേക്കും അവരുടെ പേരിന് കുറച്ച് വ്യത്യാസം വരും. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇതൊക്കെ പ്ലസ് ടുവില് ഒരു ചാപ്റ്റർ ആയിട്ട് ഈ കോമ്പൗണ്ടുകളെ പറ്റി ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്, വലിയ ചാപ്റ്റർ. 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. മനസ്സിലായോ? അവിടെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. പ്ലസ് എന്താ H2 കൂടെ വരും, പ്ലസ് H2 ഇവിടെ ഒരു Okay. ഇനി ഇതിന്റെ താഴോട്ട് ഇതിന്റെ ബാക്കിയായിട്ട് എഴുതി, when dilute HNO3 is added to the clear solution of diamine silver 1 chloride, ഈ മോളിലുണ്ടായ ആ കോംപ്ലക്സിനകത്തോട്ട് dilute HNO3 ഒഴിച്ചാൽ chloride a white precipitate is formed. White PPT is formed. ആ ഉണ്ടായ സിൽവർ ക്ലോറൈഡിനെ ഒരു ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായല്ലോ, സിൽവർ ക്ലോറൈഡ് ഉണ്ടാവും. വൈറ്റ് precipitate or silver chloride എന്നെഴുതണം. white precipitate or silver chloride. അതായത് ഡയമീൻ സിൽവർ, അതായത് ആ കോംപ്ലക്സ് സോൾട്ടിനകത്തോട്ട് ഡൈല്യൂട്ട് HNO3 വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് precipitate ഉണ്ടാവും. ആ വൈറ്റ് precipitate ആരാ? സിൽവർ ക്ലോറൈഡ് ആണ്. ആ ഉണ്ടായ സിൽവർ ക്ലോറൈഡിനെ എടുത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അറിയാമോ? അത് ഗ്രേ ആയിട്ട് മാറും. ഗ്രേ. അത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിക്കകത്ത് ഇതാ നമ്മൾ പണ്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് വാഷ് ചെയ്യാൻ കൊടുത്തില്ലായിരുന്നു, അറിയോ? ഫിലിം വാഷ് ചെയ്യാൻ കൊടുത്തില്ലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിനകത്ത് ഈ സിൽവറിനകത്ത് കൊണ്ടാണ് നോക്കുന്നത്, സിൽവർ സോൾട്ടിനകത്താണ് നോക്കുന്നത്. എന്നിട്ട് അതിനകത്ത് നോക്കിയിട്ട് കൊണ്ട് വെയിലത്ത് വെക്കും. വെയിലത്ത് വെക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് ഗ്രേ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് ആ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ കളർ സൊല്യൂഷൻ വന്നപ്പോഴത്തേക്കും, കളർ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും കളർ സൊല്യൂഷനകത്ത് ഇട്ട് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ കളർ നമ്മൾ എടുക്കുന്ന കളർ ഫോട്ടോഗ്രാഫി നമുക്ക്. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇതെല്ലാം ഡിജിറ്റൽ, നമുക്ക് ലാപ്പി സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ള സാധനങ്ങൾ. ശരിയല്ലേ? ആണ്. അപ്പൊ ആ കാലഘട്ടം എന്റെ ഒക്കെ ടൂറിന് പോകുമ്പോൾ ഫോൺ പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഞാനൊക്കെ 10 ടൂർ പോയത്. ഞാൻ 10 ടൂർ പോയ സമയത്ത് നോക്കിയയുടെ റിലയൻസിന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, 6 വേൾഡ്. അതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഫോണില്ല. ഞാൻ ആദ്യത്തെ ഫോൺ മേടിക്കുന്നത് പ്ലസ് 2 ജയിച്ചപ്പോഴാണ്. നോക്കിയയുടെ 2690, മറ്റേ നമ്മുടെ പട്ടിക കയറി ഫോണുണ്ട്, അതായിരുന്നു ഞാൻ പ്ലസ് 2 പഠിച്ചത്. ഇന്ന് നിങ്ങൾ പ്ലസ് 2 പോലും ആയിട്ടില്ല, അതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോൺസ്. ഞാൻ സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഡിഗ്രി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളോ? അല്ല, ഇപ്പൊ ജനിച്ചു വീഴുന്ന പിള്ളേരോ? അവർ വരുമ്പോഴേ ഫോൺ കൊണ്ടായിരുന്നു. അല്ലേ?
ശരി, ഓക്കെ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അത് നമുക്ക് ഇതിന്റെ താഴോട്ട് ബാക്കി ഈ ഉണ്ടായ സിൽവർ ക്ലോറൈഡിനെ, അതായത് when exposed to light silver 1 chloride blackens since it decomposes into chlorine and metallic silver which is liberated as a fine black powder. എക്സ്പെരിമെന്റ് റിയാക്ഷൻ ഇങ്ങനെയാണ്. AgCl നെ ചൂടാക്കാൻ അല്ലെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് വെക്കുന്നത് എന്തായിട്ട് മാറും? ഇരയാവാൻ കാരണം Ag ആയിട്ട് മാറുന്നതാണ്. ഇതോടെ നമുക്ക് പഠിക്കാനുള്ള യൂസ് ഒന്നും പഠിക്കാനുണ്ടോ? ടെസ്റ്റ് പഠിക്കാനുണ്ടോ? അപ്പം ഇവിടെ വേണമെങ്കിൽ ഒരു ഡോട്ട് എഴുതിയോ. AgNO3 is used as a test for hydrochloric acid and also chloride ion. അതായത് ഒരു സോൾട്ടിനകത്ത് ക്ലോറൈഡ് അയൺ ഉണ്ടോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ HCl ആസിഡ് ആണോ ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി AgNO3 വെച്ചാൽ എന്താ എങ്ങനെ മനസ്സിലാക്കാം? ഈ HCl ആണ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്ത് AgNO3 ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് AgCl ഉണ്ടാവും, ശരിയല്ലേ? AgCl എന്ന് പറയുമ്പോഴത്തേക്ക് വൈ പ്രസിപ്പിറ്റേറ്റ് ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എന്താണ് HCl ആണ് ഒഴിച്ചതെന്നുള്ളത്. രണ്ടാമതെന്താ ക്ലോറൈഡ് അയൺ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഉണ്ടായ AgCl നെ എടുത്തിട്ട് എവിടെ കൊണ്ട് വെച്ചാൽ മതി? വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അത് ക്ലോറിനായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എന്താ അതിനകത്ത് ക്ലോറൈഡ് അയൺ ഉള്ളത് കൊണ്ടാണല്ലോ അത് ക്ലോറിൻ ഫോം ചെയ്തത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് രണ്ട് ഇതാണ് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇനി ഒരൊറ്റ ടോപ്പിക്കുകളേ ഉള്ളൂ, ചാപ്റ്റർ തീരുവാണ്. ടെസ്റ്റ് ഫോർ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ടെസ്റ്റ് ഫോർ hydrogen chloride gas and hydrochloric acid. രണ്ടിനെയും നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അതിൽ ഒന്നാമത്തെ എഴുതിയുള്ളൂ HCl gas possess a characteristic irritating smell. രണ്ടാമത്തെ HCl gas gives thick white fumes of ammonium chloride. When a glass rod dipped in ammonia solution is held near the vapor of acid. അതായത് HCl gas gives thick white fumes of ammonium chloride. എന്തുവാ നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു? എന്തുവാ HCl gas മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അമോണിയം ക്ലോറൈഡിനകത്ത് അമോണിയ ഹൈഡ്രോക്സൈഡിനകത്ത് മുക്കി ഒരു ഗ്ലാസ് റോഡ് എടുത്ത് മണ്ടക്കോട്ട് കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവുന്ന കാര്യം പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് അമോണിയ ഒഴിച്ചാവില്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അമോണിയ ഹൈഡ്രോക്സൈഡ് അല്ല പറഞ്ഞിരിക്കുന്നത്. അമോണിയക്ക് അത് മുക്കുവാണെങ്കിൽ, അതായത് ഇങ്ങനെ
NH3 പ്ലസ് HCl എന്നുണ്ടാവും NH4. റിയാക്ഷൻ ഒന്നും പഠിക്കുന്ന ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ മൂന്നാമത്തേത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു തന്നെ എന്താ, സിൽവർ നൈട്രേറ്റിനകത്ത് ഗ്യാസിനകത്ത് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്താലും HCl-നകത്ത് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്താലും എന്ത് തന്നെയാണ് ഉണ്ടാകുന്നത്, AgCl ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ ഗ്യാസിനകത്തൂടെ AgCl അങ്ങനെയല്ല, നമ്മളൊരു ട്യൂബ് എടുക്കും, ആ ട്യൂബിനകത്തൂടെ HCl ഗ്യാസിനെ കടത്തി വിട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ആ കടത്തി വിടുന്നത് നേരെ കൊണ്ട് സിൽവർ നൈട്രേറ്റിനകത്തോട്ട് മുക്കി വെക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഗ്യാസ് അതിനകത്തുള്ള കടന്നു, അപ്പൊ അവിടെ നിന്നുണ്ടാവും വൈറ്റ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ, ഈ ഗ്യാസിനകത്ത് എങ്ങനെയാണ് സിൽവർ നൈട്രേറ്റ് കൊണ്ട് ഒഴിക്കുന്നത് എന്നോട് ചോദിക്കരുത്. ഗ്യാസ് ആണ്, ഗ്യാസ് ട്യൂബിനകത്തോട് ഇങ്ങനെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യും, ഒരു ട്യൂബാ, ഈ ട്യൂബിനകത്ത് ആ ട്യൂബിന്റെ അറ്റം കൊണ്ട് മറ്റേ സിൽവർ ഇതിനകത്ത് മുക്കി വെക്കും. അങ്ങനെ ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഓൾറെഡി പറഞ്ഞാണ്, എന്നാലും ഞാൻ എഴുതുകയാണ്. വിത്ത് സിൽവർ നൈട്രേറ്റ് solution both gas and acid gives white PPT of silver chloride. ഒന്നുകൂടെ എഴുതിക്കോളൂ, നാലാമത്തേത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മാംഗനീസുമായിട്ട് ബന്ധപ്പെട്ട. ഗ്രീനിഷ് അടുത്താണ് ഗ്രീനിഷ് യെല്ലോ gas, that is chlorine, is liberated when concentrated HCl acid, hydrochloric acid ആണ്, HCl acid, is heated with an oxidizing agent like manganese dioxide. Manganese dioxide ഒരു നല്ല ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുകയും നമുക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്ന ആളാണ്. ഇവന് ഓക്സിജൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ MnO2, അതിനകത്ത് ഓൾറെഡി 2 ഓക്സിജൻ ഉണ്ട്, നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഓക്സിജൻ. ഓക്കെ, റിയാക്ഷൻ പഠിക്കണം, എന്നാലും ഞാൻ റിയാക്ഷൻ എഴുതി വെച്ചത് MnO2 HCl-നകത്ത് മുക്കുവാണെങ്കിൽ, സോറി HCl-നകത്ത് MnO2 തിരിച്ചു എങ്ങനെയും ആഡ് ചെയ്യുകയാണെങ്കിൽ MnCl2 എന്ന് പറയുന്ന സോൾട്ടും വാട്ടറും പിന്നെ നേരത്തെ പറഞ്ഞ ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ക്ലോറിൻ ആണ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. The gas liberated turns moist starch iodide paper blue black. അതായത് ആ ഉയർന്നു വരുന്ന ഗ്യാസിന്റെ മണ്ടയ്ക്ക് ഈ മോയിസ്റ്റ് സ്റ്റാർച്ച് അയഡൈഡ് പേപ്പർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അയഡൈഡ് പേപ്പർ എന്നൊരു പേപ്പർ നമ്മളെ ലിറ്റ്മസ് പേപ്പർ പോലൊരു സാധനം, അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഒരു ബ്ലൂ ബ്ലാക്ക് ആയിട്ട് മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോറിൻ ഗ്യാസിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ക്ലോറിൻ ഗ്യാസ് അതുവഴി കടന്നുമ്പോഴാണ് എന്താ ഇങ്ങനെ ആയിട്ട് മാറുന്നത് കേട്ടോ. ക്ലോറിൻ ഗ്യാസിനെ എങ്ങനെ തിരിച്ചറിയാൻ ഇത്ര പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതോടെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഒന്ന് എല്ലാം വായിച്ചു നോക്കി, പെട്ടെന്ന്. ഇതിനകത്ത് ഫൗണ്ടൻ എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ബാക്ക് സെക്ഷന്റെ ആ ഒരു എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഒരു റിയാക്ഷൻ അതിന്റെ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എല്ലാം വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ പെട്ടെന്നായിട്ട് അഭിനവ് സന മിഷേൽ ഇവിടെ വായിക്കും, മൊത്തം വായിക്കണ്ട. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അവിടെ തൊട്ട് ആ സെക്ഷൻ കോഴ്സ് വരെ, സെക്ഷൻ ബാക്ക് സെക്ഷന്റെ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അവിടെ ഡൗട്ട് വരാൻ സാധ്യതയുള്ളൂ, ബാക്കിയുള്ള എല്ലാം ഓക്കെ ആയിരിക്കും.
അതേപോലെ ഓർക്കണം ഡ്രൈ HCl ഗ്യാസും ലിക്വിഫൈഡ് ആയിട്ടുള്ള HCl-ഉം കറണ്ടും കണ്ടക്ട് ചെയ്തിട്ടില്ല, അത് അസിഡിക് നേച്ചറും കാണിക്കത്തില്ല. കാരണം എന്താ? ഡ്രൈ ആയതുകൊണ്ടും മറ്റേ ലിക്വിഫൈഡ് ആയതുകൊണ്ടും അതിനകത്ത് H+ അയോൺസ് ഫോം ചെയ്തില്ല. H+ അയോൺസ് ഫോം ചെയ്യുകയാണെങ്കിൽ അസിഡിക് ആകുള്ളൂ. ഇനി അയോൺസ് ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് കറണ്ട് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായി? ഇത് രണ്ടും നടക്കൂല അതിനകത്ത്. ഓക്കെ ആണല്ലോ? അപ്പൊ മോയിസ്റ്റ് ആയിട്ടുള്ള HCl ഗ്യാസും അതേപോലെ HCl ആസിഡും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ ആസിഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ എക്സ്പെരിമെന്റ് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് HCl ആസിഡ് ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ത്? HCl ഗ്യാസിനെ കൊണ്ട് വാട്ടറിനകത്ത് മിക്സ് ചെയ്യാം. ആ വാട്ടറിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഫണൽ അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത്. ഫണലിന്റെ അറ്റത്ത് ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ട് അതുവഴി നമ്മൾ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് HCl ഗ്യാസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ബീക്കറിനകത്ത് എടുക്കും. ആ ബീക്കറിനകത്തെ വെള്ളത്തിന്റെ തൊട്ട് മുകളിൽ, അതായത് ഈ ബീക്കറാണ്, ബീക്കറിനകത്ത് വെള്ളമാണ്, ഇതിന്റെ തൊട്ട് മുകളിൽ എന്താ ഈ ഫണൽ അറേഞ്ച്മെന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഈ ഫണലിന്റെ ഒരു അറ്റത്ത് മറ്റേ അതിന്റെ സപ്ലൈ കണക്ട് ചെയ്യും. അതായത് അതായത് വെള്ളത്തെ തൊട്ടില്ല എന്ന് പറഞ്ഞായിരിക്കും നമ്മളത് വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഹൈലി സോലുബിൾ വാട്ടർ ആയതുകൊണ്ട് ബാക്ക് സെക്ഷൻ ഒക്വർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വലിച്ച് കുറച്ച് വെള്ളത്തിനെ വലിച്ച് മണ്ടയ്ക്കോട്ട് കയറ്റും. അപ്പം അത്രയും വെള്ളത്തിനകത്ത് ആ വരുന്ന ഗ്യാസ് ഉണ്ടാവും, സോലുബിൾ ആവും. എന്നിട്ട് വീണ്ടും അപ്പം അവിടെ വീണ്ടും നല്ല വെള്ളത്തിന്റെ ഇത് കുറച്ച് വെള്ളത്തിനെ ആ മണലിനകത്തോട് വലിച്ചെടുക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ ലെവല് കുറയുകയല്ലേ. അപ്പൊ വെളിയിലത്തെ അകത്തെ പ്രഷർ ഈക്വൽ ആവുന്നതിന്റെ ഭാഗമായിട്ട് ആ വെള്ളം എന്ത് ചെയ്യും? വീണ്ടും ഡ്രോപ്പ് ചെയ്ത് ഇതിനകത്ത് വരും. മനസ്സിലായോ? അപ്പൊ അതും അസിഡിക് ആയെന്ന് പറയും. അത് കംപ്ലീറ്റ് അസിഡിക് ആയോ? ഇല്ല, വളരെ ചെറിയതേ ആയുള്ളൂ. കാരണം കുറച്ച് വെള്ളത്തിനെ കയറ്റിട്ട് അത് തിരിച്ചു വിട്ടപ്പോഴേക്കും കുറച്ച് അസിഡിക് ആകുള്ളൂ. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും താഴെ വെള്ളം വരുമ്പോൾ വീണ്ടും ആ ഫണലും വാട്ടർ ലെവലും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കാണത്തുള്ളൂ. വീണ്ടും നമ്മൾ അതിനകത്തോട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുക, HCl ഗ്യാസ് കടന്നുകൊണ്ടിരിക്കുക. വീണ്ടും അതെന്ത് ചെയ്യും? അത് ബാക്ക് സെക്ഷൻ ഒക്കെ ചെയ്തിട്ട് സക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും കുറച്ച് വെള്ളം കൊണ്ട് അതിനകത്ത് HCl ഗ്യാസ് ആ ഫണലിനകത്തിരിക്കുന്ന വെള്ളത്തിനെ എന്ത് ചെയ്യും? ഫണലിനകത്തിരിക്കുന്ന വെള്ളത്തിനെ എന്ത് ചെയ്യും? അസിഡിക് ആകും. എന്ത് ചെയ്യും? വീണ്ടും താഴോട്ട് വരും. വീണ്ടും തന്നെ എപ്പം വരെ ആകുന്നത്? ഇതിനകത്ത് ഒരു ഇത്തിരി പോലും HCl ഗ്യാസിനെ ഇനി എന്താണ് ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ആ ഒരു അത്രയും പ്രാവശ്യം നടക്കും. അതാണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആയി പറയാം. അതായത് നോ മോർ HCl ഗ്യാസ് ഈസ് ഏബിൾ ടു ഡിസോൾവ് ഫർദർ. ആ ഒരു കണ്ടീഷൻ വരെ ആകും. അതാണ് സംഭവം. ഓക്കെ ആണല്ലോ? അവർ ചോദിക്കുന്നുണ്ട് ബാക്ക് സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ട്യൂബ് വെച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഈ ഫണൽ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫണൽ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്യൂബ് വെക്കാം. എങ്ങനെയാ? ആ ട്യൂബ് എടുത്തിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ. ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം. ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഈ ട്യൂബ് ഇങ്ങോട്ടേക്ക് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് വലിഞ്ഞു. മനസ്സിലായോ? അപ്പൊ എന്തിനകത്തുനിന്നാണോ HCl ഗ്യാസിന് ഇങ്ങോട്ടേക്ക് വരുന്നത് അതിനകത്ത് വരെ വെള്ളം വരും. അപ്പം ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. ഇത് എക്സ്പ്ലോഡ് ചെയ്ത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ കുറച്ച് സർഫസ് ഏരിയ കൂടുതലുള്ള സാധനം കിട്ടു കഴിഞ്ഞാൽ അത്രയും വലിച്ചു കയറ്റാനുള്ള ഓൾറെഡി ഇങ്ങോട്ടേക്ക് വലിച്ചു കയറ്റുന്നത് വരെ ഇവിടെ വരെ വരാൻ സാധ്യതയുള്ളൂ. ഫർദർ എന്ത് ചെയ്തില്ല? മുകളിലോട്ട് വലിച്ചു കയറ്റത്തില്ല. അത് നമ്മുടെ ആവശ്യങ്ങൾ രണ്ടും നടക്കും. അതായത് ഇങ്ങോട്ട് പോകത്തുമില്ല, എന്നാൽ ഉള്ളതിനെ ഡിസോൾവ് ചെയ്തിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇടുകയും. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. ഫണൽ അറേഞ്ച്മെന്റ് അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പ്രിവെന്റ്സ് ഓർ മിനിമൈസ് ബാക്ക് സെക്ഷൻ ഓഫ് വാട്ടർ, പ്രൊവൈഡ് ലാർജ് സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. ഇവിടെ ലാർജ് സർഫസ് ഏരിയ കിട്ടും. മറ്റേ ചെറിയ ട്യൂബ് ആണെങ്കിലോ സർഫസ് ഏരിയ കിട്ടത്തില്ല. മാത്രമല്ല ഇത് വലിച്ചു കയറ്റിക്കാൻ വലിയ ഡേഞ്ചർ. അതാണ് ഉദ്ദേശിക്കുന്നത്.
ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ചോദിച്ചോ. മിഷേൽ ക്ലിയർ ആണോ ഈ ചാപ്റ്റർ? അതെ സർ. ഓക്കെ. സന, കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്റർ സ്കൂളിൽ പഠിപ്പിച്ചാണോ സനയ്ക്ക്? നോ സർ. ഓക്കെ, ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് എഴുതിയെടുത്തേ. 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് identify the gas evolved and give chemical test in each of the following cases. ഒന്നാമത് dilute HCl acid ആണ്. acid react with dilute തന്നിട്ടുണ്ടല്ലോ, പിന്നെ dilute HCl react with iron 2 sulfide. അതേപോലെ രണ്ട് ഈ സെയിം തന്നെ റിയാക്ട് ചെയ്ത് സോഡിയം സൾഫൈഡ്. ഇത് രണ്ടും നമ്മളിപ്പോ പഠിച്ച റിയാക്ഷൻ ആണോ? ഇത് രണ്ടും നമ്മളിപ്പോ പഠിച്ച റിയാക്ഷൻ. നോക്കിയേ, തിരിച്ചു പോയി. അത് രണ്ട് ആൻസർ നമ്മൾ എഴുതി. സോഡിയം സൾഫൈറ്റ് ഒന്നുമില്ല, എന്തുവാ FeS അല്ലേ? FeS എന്തുമായിട്ട് റിയാക്ട് ചെയ്യേണ്ടത്? HCl എന്തായിരിക്കും ഉണ്ടാകുന്നത്? FeCl2 പ്ലസ് എത്ര? അതുകൊണ്ടാണ് Fe2 എന്ന് കൊടുത്തിരിക്കുന്നത്. Fe2 എന്ന് പറയുമ്പോൾ ഇതിന്റെ വാലൻസി 2 പ്ലസ് ഇതിന്റെ വാലൻസി 2 മൈനസ്. അതുകൊണ്ടാണ് FeS വന്നിരിക്കുന്നത്. ഇതിന്റെ വാലൻസി 2 ആയതുകൊണ്ടാണ് Feക്ക് രണ്ടെണ്ണം ഉണ്ട്, Fe3 പ്ലസ് ഉണ്ട് 2 പ്ലസ് ഉണ്ട്. അപ്പൊ ഇവിടെ എഴുതുമ്പോഴും നിങ്ങൾ FeCl2 എഴുതണം. പ്ലസ് എന്താ? H2S. അതേപോലെ മറ്റേ എന്താ? സോഡിയം സൾഫേറ്റ് Na2SO3 പ്ലസ് എന്താ? HCl. എന്ത് എഴുതി? എഴുതിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ എഴുതുന്നത്? NaCl പ്ലസ് എന്താ വരിക? ഞാൻ പറഞ്ഞായിരുന്നു സൾഫേറ്റ് ആയതുകൊണ്ട് സൾഫർ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാവും. വാട്ടറാണ് ഇതാണ് നമ്മുടെ ഇതായിട്ട് വരുന്നത്.
എന്നാ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈകിപ്പിക്കാം.